Good afternoon, dear students and parents. Welcome to Study in Lithuania. I am Dr. Titi Varghese, Educational Consultant. Today I have my student Shanid with me. Shanid, welcome. Namaste. Shanid, കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡന്റ് ആണ്. ലിത്വേനിയയിലെ കൗനോകൊളേഗിയ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 2023 സെപ്റ്റംബർ മാസം മുതൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് ഷാനിദ്. ഷാനിദിന്റെ journey to Lithuania will be in couple of days. So first of all, congratulations. Temporary residence permit 2 വർഷത്തേക്ക് സാങ്ഷൻ ആയിട്ടുണ്ട്. അതൊരു വലിയ ജേർണിയാണ് അല്ലേ? നമുക്കറിയാം കുറെ മാസങ്ങളായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ആണ്. ഷാനിദ് പഠിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ആണ്. 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ആണത്. 1 വർഷത്തെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് 1974 യൂറോ ആണ്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ INR റേറ്റിൽ വരുമ്പോൾ 1,76,000 സംതിങ് ആണ് പെർ ഇയർ ട്യൂഷൻ ഫീ വരുന്നത്. അപ്പൊ ഇത്രയും വളരെ കുറഞ്ഞ ഒരു ട്യൂഷൻ ഫീയില് യൂറോപ്പിലെ തന്നെ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയോട് കൂടി പഠിക്കാനുള്ള പോസിബിലിറ്റി എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് സ്റ്റുഡൻസിനോടും പേരൻസിനോടും പറയാനായിട്ടുള്ള ഒരു കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റഡി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. അതിന് തുല്യമായിട്ടുള്ള ഒരു കോഴ്സ് വേണം ചൂസ് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ചും ഹയർ സ്റ്റഡീസ്, എബ്രോഡ് സ്റ്റഡീസ് നോക്കുമ്പോൾ 2024 ഫെബ്രുവരി 1 മുതൽ പല യൂണിവേഴ്സിറ്റീസിലേക്കും അഡ്മിഷൻസ് ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മുടെ സ്റ്റഡീസ് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം, ഫെബ്രുവരി 1, 2024 മുതൽ. അപ്പൊ അന്നേരം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ജനുവരി 20-25 ആകുമ്പോഴത്തേക്കും 2024 ജനുവരി ആകുമ്പോൾ കുട്ടികൾ അവിടെ എത്തിയിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ സബ്മിഷൻ ചെയ്തെങ്കിൽ മാത്രമേ വളരെ സ്മൂത്ത് ആയിട്ട് കറക്റ്റ് ആയിട്ട് ആ ഡോക്യുമെന്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സമയത്ത് അവിടെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രധാനപ്പെട്ട വിവിധ യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെയും ആപ്ലിക്കേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. സ്പ്രിംഗ് 2024 ഇന്ത്യയിലേക്ക് ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് സ്റ്റഡീസിന് നോക്കുന്ന സ്റ്റുഡൻസും പേരൻസും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് സ്റ്റഡീസ് നോക്കുന്നുണ്ടെങ്കിൽ ചുവടെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. BBA, MBA, അതുകൂടാതെ ബാച്ചിലേഴ്സ് ഇൻ ടൂറിസം, ഇന്റർനാഷണൽ ബിസിനസ്, മാർക്കറ്റിംഗ് തുടങ്ങിയ വേരിയസ് പ്രോഗ്രാംസിലേക്കാണ് നമുക്ക് അഡ്മിഷൻ ഉള്ളത്. കൂടാതെ സോഷ്യൽ സയൻസിന്റെ സബ്ജക്ട്സുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 2024 സ്പ്രിംഗ് ഇൻടേക്കിലേക്ക് അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിലേ ആകാതെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഷാനിദിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഷാനിദ്, ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റുഡൻസിനും പേരൻസിനും വേണ്ടി ഒന്ന് പറയാമോ? എൻ്റെ പേര് ഷാനിദ്. ഞാൻ മലപ്പുറത്താണ് സ്ഥലം. ഞാൻ കോളേജ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഇവിടെ ബിസിനസ് റിലേറ്റഡ് കോഴ്സ്, അതായത് ബാച്ചിലേഴ്സ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് കുട്ടി ഈ ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റി മനസ്സിലാക്കിയതും ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തതും ലിത്വേനിയ എന്നുള്ള രാജ്യം ചൂസ് ചെയ്യാനൊക്കെ ഉള്ള റീസൺ എന്താണ്? എന്താ വെച്ചാൽ ലിത്വേനിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും, അതായത് പഠിക്കാൻ അത്രക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ് പഠിത്തത്തിന്. സോ നമുക്ക് പഠിക്കാൻ അത്രയും ഹെൽപ്ഫുൾ ആയിരിക്കും ആ ഒരു കൺട്രിന്ന്. പിന്നെ ദെൻ പാർട്ടി അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. നമുക്ക് അവിടെ ചെറിയ ഫീസ് ഉള്ളൂ, അത് തന്നെ കൂളായിട്ട് അവിടെ നിന്ന് അടിച്ചു പോകാൻ കഴിയും. അതൊരു പാർട്ടി നമ്മൾ അന്വേഷിച്ചെടുത്തോളം. ഉണ്ട് അവിടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്. ദെൻ ഇവിടെ ഇത് ചൂസ് ചെയ്ത് ലിത്വേനിയ ചൂസ് ചെയ്തതിന് ശേഷം എന്താ ചൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ അന്വേഷിക്കല്ലോ. അന്വേഷിച്ചപ്പോ കിട്ടിയ ഫ്രണ്ട്സ് ആണ്, അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. സിനാന്റെ ഫ്രണ്ടിന്റെ അപ്പൊ ഓൻ ത്രൂ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇത്ര ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരാഴ്ചയിൽ നമുക്ക് 40 മണിക്കൂർ പാർട്ട് ടൈം ലീഗിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അതാണ് അത് ലൈക്ക് UK നമ്മൾ ആദ്യം UK ചൂസ് ചെയ്തു. കഴിഞ്ഞ സെപ്റ്റംബർ ഇൻടേക്ക് എന്റെ ഫ്രണ്ട് കൂടെ UK പോകാൻ വേണ്ടിട്ട് നമ്മൾ മെഡിക്കൽ വരെ എടുത്ത ആൾക്കാരാണ്. കഴിഞ്ഞ സെപ്റ്റംബർ പെട്ടെന്നാണ് ഈ ലിത്വേനിയനെ കുറിച്ച് കേൾക്കുന്നതും ഇവിടെ ഇങ്ങനെയൊക്കെ വരുന്നുള്ളൂ എന്ന് പറയുന്നത്. ബട്ട് സെപ്റ്റംബർ ഇൻടേക്കുള്ള ടൈം ലേറ്റ് ആയി. ഓൾറെഡി UK ഡീമൺ ഫോർട്ടിൽ അഡ്മിഷൻ എടുക്കാനുള്ള അതിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നിങ്ങൾ എനിക്ക് തോന്നുന്നു എന്റെ സ്റ്റുഡൻസ് ആയിട്ട് വന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ്, ഫൈനൽ സ്റ്റേജ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മാസങ്ങളായിട്ട് ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നോക്കി അല്ലെ? കുറെ മാസങ്ങളായി. അപ്പൊ എപ്രകാരമാണ് കുട്ടി
എന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് അങ്ങനെ ഒരു കൺസൾട്ടേഷനിലേക്ക് വന്നത് എങ്ങനെയാണ്? അതെന്താ വെച്ചാല് യൂട്യൂബിൽ കണ്ടിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട്സ്, അതായത് അവിടെ പോയ ഓൾറെഡി നിങ്ങളെ കൺസൾട്ടൻസിലൂടെ പോയ കുറെ ഫ്രണ്ട്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഏറ്റവും ബെറ്റർ കൺസൾട്ടൻസി ആണെന്ന് പറഞ്ഞിട്ട് ഒരു റെക്കമെൻഡ് ചെയ്ത് നമുക്ക് അവിടെ തന്നെ നോക്കിക്കോളൂ. ഒരു ത്രൂ ആകുമ്പോൾ ഒരു ഇതുണ്ടാവും, നിങ്ങൾ തന്നെ സാറ്റിസ്ഫൈഡ്, ഒരു സാറ്റിസ്ഫൈഡ് ആണ്, സോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഇനി ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ ചെയ്യുള്ളൂ. കാരണം നമുക്ക് ലൈക്ക് ഒരു ഏറ്റവും കൂടുതൽ വേണ്ടി നമുക്ക് ഇത് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യാന്നുള്ളതാണ്. സോ അത് നിങ്ങളുടെ അടുത്ത് എന്തായാലും കിട്ടുന്നുണ്ട്. നമുക്കൊരു ഡൗട്ട് ഉണ്ടാകുമ്പോൾ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. സോ അത് കൂളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് റെസ്പോണ്ട് ചെയ്യാൻ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ അത് അങ്ങനെ നിങ്ങളെ തന്നെയാണ് നമ്മള് കോനോബോഡിയ പറഞ്ഞത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് കാണുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ യൂണിവേഴ്സിറ്റി ആയിട്ട് നമ്മൾ അവിടുത്തെ സ്റ്റാഫുമായിട്ടൊക്കെ ഇന്റർവ്യൂ ഇടുന്നതിന്റെ റീസൺ തന്നെയും ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റുഡൻസിന് കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. അതാകുമ്പോൾ സ്കോളർഷിപ്പ്, അവിടുത്തെ ലീഗൽ വശങ്ങൾ, നിങ്ങളുടെ സ്റ്റഡി സബ്ജക്ട്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ഷാർപ്പായിട്ട് വ്യക്തമായിട്ട് സ്റ്റുഡൻസിന് കൊടുക്കത്തക്ക രീതിയിൽ ഉള്ള ഇൻഫർമേഷൻ ഞാനും യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽസും തമ്മിൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അക്കോമഡേഷൻ എവിടെയാണ് കുട്ടി? യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണ്. റെന്റ് മന്ത്ലി റെന്റ് എത്രയാണ്? 120 euro ആണ് വരുന്നത്. 120 euro എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 10,500 അറൗണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഉള്ള സബ്ജക്റ്റുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിക്കുക. അതുകൂടാതെ 3 വർഷമാണ്. എറാസ്മസിനെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ. ചെന്നൊരു സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ട് ഒരു 3rd സെമസ്റ്റർ ആകുമ്പോൾ തന്നെ എറാസ്മസ് സ്റ്റഡീസിന് വേണ്ടി നിങ്ങളുടെ ഫാക്കൽറ്റി ടൈപ്പുള്ള മറ്റേതെങ്കിലും ഒരു കൺട്രിയിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 months സ്റ്റഡീസിന് പോവുക, തിരികെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരിക. 3rd ഇയറിന്റെ ലാസ്റ്റ് സെം നിങ്ങളുടെ ഇന്റേൺഷിപ്പ് ആണ്. ആ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നും ഫണ്ടിങ് കിട്ടും. അത് കൂടാതെ കമ്പനികളും ഫണ്ടിങ് തരാറുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റി നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യും. സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് ആക്റ്റീവായിട്ട് അതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, കേരളത്തിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കൂടെ വരാനായിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് എബ്രോഡ് സ്റ്റഡീസിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. കൂടാതെ സ്റ്റഡീസ് ആണ് പ്രൈമറി. പാർട്ട് ടൈം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ലീഗലി 40 hours ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സ്റ്റഡീസിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? ഇന്റർനാഷണൽ ആക്കാൻ വേണ്ടി ഫ്രണ്ട് പറഞ്ഞ് അവിടെ അവൈലബിലിറ്റി കൂടുതൽ, എന്താ പറയാ, നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റി കഴിഞ്ഞാൽ പാർട്ട് ടൈം അവൈലബിലിറ്റി കൂടുതലാണ്. അതേപോലെ തന്നെ എന്തോ 2 year എന്തോ പറഞ്ഞ നമുക്ക് ടാക്സി ഓടിക്കാനൊക്കെ പറ്റും നമുക്ക് പറഞ്ഞു. ലൈക്ക് 2 year പ്ലസ് നമ്മളെ ഇവിടുത്തെ ലൈസൻസിന് വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ടാക്സി ഓടിക്കാൻ പറ്റും. കാര്യം അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൂടാതെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അതെ അതെ അത് തന്നെ. എന്തൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയോ? ഒരു ആവറേജ് ഒരാളെ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരാൾ ആള് പോയതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്തൊക്കെ വേണ്ടതൊന്നും സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു ചെറിയ എക്സ്പീരിയൻസും മനസ്സിലായി. അപ്പൊ മെയിൻലി എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി എടുത്തിരിക്കുന്നത്? പാക്കിങ് സ്പൈസസും അതേപോലെ തന്നെ എന്താ പറയാ നമുക്ക് കിച്ചൺ ഐറ്റംസ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ലൈക്ക് ഫ്രൈ പാൻ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പാക്കിംഗ് ആയിട്ട് അത്യാവശ്യം അറിയാമോ? അത്യാവശ്യം കിച്ചണിൽ കയറാറുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ടൊന്നും ഫ്രണ്ടിനാണ് ഓന് നമ്മളെ കൂടെ പോരണം. ഓൻ അപ്രൂവ് ആയിട്ടുണ്ട്. സോ ഓന് നമ്മളെ കൂടെ നല്ല പോരുന്നത്. അല്ല ഞാൻ ചെയ്യില്ലാന്നല്ല, ലൈക്ക് എല്ലാവർക്കും കൂടി ചെയ്യാലോ. ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാല് കാര്യം നമ്മളെപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അപ്പോ നിങ്ങളുടെ ഈ ഒരു ഏജ് എന്ന് പറയുന്നത് നിങ്ങൾ ബാച്ചിലേഴ്സ് സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. പല കാര്യങ്ങളും അറിയില്ലാത്തതുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ എപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ പോയി സംസാരിക്കാം.
ഓഫ് കോഴ്സ് ഞങ്ങൾ അവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഒപ്പം നമ്മളുടെ സ്ഥലത്തു നിന്നുള്ള കുട്ടികളുമായിട്ടൊക്കെ ഉള്ള ഒരു ഇന്ററാക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. കൂടാതെ നാട്ടിൽ നിന്ന് എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ്, വോളണ്ടിയറിങ് എക്സ്പീരിയൻസസ്, ഇപ്പോൾ റെഡ് ക്രോസ് അല്ലെങ്കിൽ NSSലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് വരും. ഓക്കെ, ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് കയറാം. ഇപ്പൊ ഉള്ള ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അറ്റൻഡൻസിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അറ്റൻഡൻസ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. കാര്യം നമ്മുടെ പ്രൈമറി എയിം എന്ന് പറയുന്ന സ്റ്റഡീസ് ആണ്. അപ്പോ 2 വർഷത്തെ TRP ആണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ 2 വർഷം അതിനൊരു ആ ഡേറ്റ് എക്സ്പയറി ആകുന്നതിനൊരു 4 months ബിഫോർ സെക്കൻഡ് TRPക്ക് നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ സമയത്തെ അറ്റൻഡൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റുഡൻസിന് മാൻഡേറ്ററി ആയിട്ടുണ്ടാകും. എന്തെങ്കിലും സംശയം ഉണ്ടോ കുട്ടിക്ക് എന്നോട് ചോദിക്കാനായിട്ട്? ഓക്കെ, PR എന്ന് പറയുന്നത് പെർമനന്റ് റെസിഡൻസി ലിത്വാനിയൻ ഗവൺമെന്റ് റെഗുലേഷൻ പ്രകാരം ആസ് ഓഫ് ടുഡേ കേട്ടോ. നിലവിലുള്ള ഒരു റെഗുലേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 5 വർഷം ലിത്വാനിയൻ TRPയിൽ നിൽക്കണം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ലിത്വാനിയൻ ലാംഗ്വേജിന്റെ എക്സാം പാസ്സാകണം. അടുത്തൊരു കണ്ടീഷൻ ലിത്വാനിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാം ഉണ്ട്, അതും പാസ്സാകണം. ഭരണഘടന പാസ്സാകണം, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ആദ്യ ലാംഗ്വേജ് വരുന്നത്. ലാംഗ്വേജ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സാം എഴുതാനായിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പൊ ഇത് റെഡിയാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എലിജിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇയർലി വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഐ മീൻ നിങ്ങൾ TRPയിൽ നിൽക്കുന്ന 5 yearsല് സോഫാർ ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ഒരു റെഗുലേഷൻ ചേഞ്ച് ചെയ്യുമെന്ന് ആർക്കറിയില്ല. ഈ 5 വർഷത്തിനുള്ളിൽ 10 മാസത്തിൽ കൂടുതൽ ഔട്ട്സൈഡ് ഓഫ് ലിത്വാനിയക്ക് നിൽക്കാനായിട്ട് സാധിക്കാൻ പാടില്ല. കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് മോർ ദാൻ 5 to 6 months എവിടെയെങ്കിലും നിൽക്കാൻ പാടില്ല എന്നുള്ളത്. ഇൻ കേസ് നമ്മൾ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വരുവാണ് എന്നുണ്ടെങ്കിൽ ഒരു 2 months വരാൻ അല്ലെങ്കിൽ 1 month വരാൻ തിരിച്ചു റിട്ടേൺ പോവുക. എറാസ്മസിന്റെ സമയത്താണെങ്കിൽ പോലും ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ ഒരു ഓവറോൾ നമ്മുടെ കൺസൾട്ടേഷൻ എന്ന് പറയുന്ന കുട്ടിയെ സംബന്ധിച്ച് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് പറയണ്ടോ. നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ചെറുപ്പത്തിലെ നമുക്കൊരു ആഗ്രഹമുള്ളായിരുന്നു, ലൈക്ക് +2 കഴിഞ്ഞിട്ട് എന്താ പറയാ അതേപോലെ ബിസിനസ് കോഴ്സ് എടുക്കുക. പുറത്തു പോകാനുള്ള ഒരു ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. +2ന്റെ ആ ടൈമിലാണ് ഇങ്ങനെ പുറത്തു പോകാനുള്ള കാര്യങ്ങളും ഇതൊക്കെ കേട്ട് തുടങ്ങിയത്. ലൈക്ക് ഇങ്ങനെ പുറത്തു പോകാനുണ്ട്, പറ്റും, ഈ കോഴ്സ് അവിടെ നിന്ന് എടുത്താൽ നല്ല വാല്യൂ ആണ്, പേപ്പേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വാല്യൂ ആണ്. ഇതൊക്കെ കേൾക്കുന്ന തന്നെ കുറച്ച് കഴിഞ്ഞാലായിരുന്നു. സോ എന്താ പറയാ അതൊക്കെ കേട്ട് ഇങ്ങനെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോത്തിന് അത് പറ്റിയൊരു കൺസൾട്ടൻസി കിട്ടുകയും ചെയ്തു. വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അത് എന്താ വെച്ചാൽ മൊത്തത്തിൽ അവരിപ്പോ ഞാൻ മാത്രല്ല, ലൈക്ക് എനിക്ക് എന്റെ ഉപ്പ പാരന്റ്സ് എന്റെ ഉപ്പ തന്നെ വിളിച്ചാൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉപ്പൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നോടൊട്ടും പറഞ്ഞ കാര്യങ്ങളാണ് എന്റെ ഉപ്പ വിളിച്ചാല് ഇപ്പൊ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ആ ഒരു കാര്യത്തിൽ ഉപ്പയും പാരന്റ്സും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതായത് മൊത്തത്തിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, വെരി ഗുഡ് ടു നോ. സോ മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, എപ്പോഴും സ്റ്റുഡൻസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമുക്ക് എലിജിബിലിറ്റി ഉള്ള സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. സ്റ്റുഡൻസിന്റെ പ്രൈമറി മോട്ടീവ് എപ്പോഴും ഹയർ സ്റ്റഡീസ് ആയിരിക്കണം. അപ്പൊ അവിടുത്തെ ബാച്ചിലേഴ്സ് കഴിയുമ്പോൾ അവിടുത്തെ മാസ്റ്റേഴ്സ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് വിചാരിക്കുന്നത് അല്ലെ? MBA ഒക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് വില്യംസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതല്ലെങ്കിൽ VMU ഉണ്ട്, ക്ലൈക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. എവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പല ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ അവിടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിവിധ യൂണിവേഴ്സിറ്റിയുടെ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്റ്റുഡന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, വോളണ്ടിയറിങ്ങിന് പോകാനായിട്ട് സാധിക്കും, ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റും, അതല്ലെങ്കിൽ NOT+ എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കീമുണ്ട്. അപ്പൊ വിവിധ ചാൻസസ് ഉണ്ട്. ഏത് രീതിയിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് എപ്പോഴും ഒരു സ്റ്റുഡന്റിനെ ഡിപെൻഡ് ചെയ്യുന്ന കാര്യമാണ്. So I wish you all the very best and please convey my regards to your parents. So have a nice trip to Lithuania. See you there. Okay. Thank you.